ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് അക്കൗണ്ടൻസിയിലെ പ്രോബ്ലം നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷാണ് നോക്കിയത്. അപ്പോൾ അക്കൗണ്ടൻസിയിലെ സിമ്പിൾ ഒരു നോക്കാം. സെൽഫ് ബാലൻസിങ് ലെഡ്ജേഴ്സ് ഈസി ടോപ്പിക്കാണ്, നമുക്ക് നോക്കാം. സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ സിസ്റ്റം ഓഫ് മെയിൻറ്റെയിനിങ് ലെഡ്ജേഴ്സ് വെയർ ഈച്ച് ലെഡ്ജർ debtor ledger, credit ledger, general ledger is balanced independently. This system ensures that errors can be easily located and corrected. അപ്പോൾ നമുക്കറിയാം, സെയിൽസ് ലെഡ്ജർ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന നേരത്ത് തന്നെ ഡെപ്റ്റർ ലെഡ്ജർ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന നേരത്ത് ക്രെഡിറ്റ് ലെഡ്ജർ ഉണ്ട്. അപ്പോൾ അത് ഈക്വലി പോസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ടാലി ആയി പോകും. ഇയർ എൻഡ് ആകുമ്പോൾ അത് ബാലൻസ് നമ്മൾ ലെഡ്ജർ ക്ലോസ് ചെയ്യാറുണ്ട്. The main purpose is to facilitate the preparation of trial balance and to ensure accuracy in accounting records. ഇത് നമ്മൾ സിമ്പിളാണ്. നമ്മൾ സെയിൽസ് ലെഡ്ജർ നോക്കാൻ നേരത്ത് സെയിൽസിൽ ക്രെഡിറ്റ് സൈഡിൽ അക്കൗണ്ട് ചെയ്യും. ആ നേരെ ഡെപ്റ്റർ ലെഡ്ജർ എടുക്കാൻ നേരത്ത് നേരെ അത് ഡെബിറ്റ് സൈഡിൽ ടു സെയിൽസ് എന്ന് പറഞ്ഞായിരിക്കും എഴുതുന്നത്. അത് സിമ്പിൾ കൺസെപ്റ്റ് ഉള്ളൂ, അത്രേ ഉള്ളൂ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ. ഒന്ന് ജനറൽ ലെഡ്ജറിൽ നിന്ന് വെച്ചാൽ കണ്ടെയ്ൻ ഓൾ നോമിനൽ അക്കൗണ്ട്സ്, റിയൽ അക്കൗണ്ട്സ് ആൻഡ് കൺട്രോൾ അക്കൗണ്ട്സ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. പിന്നെ ഡെപ്റ്റേഴ്സ് ലെഡ്ജർ എന്ന് വെച്ചാൽ സെയിൽസ് ലെഡ്ജർ കണ്ടെയ്ൻസ് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഓഫ് ഡെപ്റ്റേഴ്സ്. അടുത്തത് ക്രെഡിറ്റ് ലെഡ്ജറിൽ പർച്ചേസ് ലെഡ്ജർ എന്ന് പറയാം, കണ്ടെയ്ൻ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ഓഫ് ക്രെഡിറ്റേഴ്സ്. പിന്നെ ഡെപ്റ്റർ കൺട്രോൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സമ്മറിയാണ്. സമ്മറി കണ്ടെയ്ൻ ജനറൽ ലെഡ്ജർ റെപ്രസെൻറ്റ് ടോട്ടൽ ഇൻഡിവിജ്വൽ ഡെപ്റ്റർ അക്കൗണ്ട്സ് ഇൻ ദ ഡെബിറ്റേഴ്സ് ലെഡ്ജർ. പിന്നെ ക്രെഡിറ്റേഴ്സ് കൺട്രോൾ അക്കൗണ്ട് ടോട്ടൽ ക്രെഡിറ്റേഴ്സിൻ്റെ സമ്മറി. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറർ ഡിറ്റക്ഷൻ ചെയ്യാം, പിന്നെ വർക്ക് ഡിവൈഡ് ചെയ്യാം, പിന്നെ ഇൻറ്റേർണൽ ചെക്കിന് ഉപയോഗിക്കും, പിന്നെ ട്രയൽ ബാലൻസ് പെട്ടെന്ന് ക്വിക്ക് പ്രിപ്പറേഷൻ ചെയ്യാം, പിന്നെ ഫ്രോഡ് പ്രിവെൻഷൻ, നമുക്ക് എന്തെങ്കിലും ഫ്രോഡ് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് കോംപ്ലക്സിറ്റി ആണ്. നമുക്ക് സിംഗിൾ ലെഡ്ജർ സിസ്റ്റം മെയിൻ കോംപ്ലക്സിറ്റി ആണ്. പിന്നെ കോസ്റ്റ്, ക്ലറിക്കൽ വർക്ക് കൂടുതലാണ് ഇതിന്. പിന്നെ അത് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ എഫക്റ്റിംഗ് മോർ ദാൻ വൺ ലെഡ്ജർ റിക്വയർ കറസ്പോണ്ടിങ് എൻട്രീസ് ഇൻ ബോത്ത് ലെഡ്ജേഴ്സ്. ഇൻ്റർ ലെഡ്ജർ ട്രാൻസാക്ഷൻസ് ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ റീകൺസിലേഷൻ ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ള മെയിനായിട്ട് ഈ സെൽഫ് ബാലൻസിങ് ലെഡ്ജറിൽ. പിന്നെ MCQs നോക്കാം. ജസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന MCQs ആണ്. ഇപ്പോൾ സെയിൽസിൻ്റെ കൺട്രോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റർ കൺട്രോൾ അക്കൗണ്ടാണ്. In self balancing ledger, which ledger contain individual account of creditors? അപ്പോൾ ക്രെഡിറ്റ് ലെഡ്ജർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ? അപ്പോൾ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എറർ ഡിറ്റക്ഷനാണ്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ കോസ്റ്റ്, ക്ലറിക്കൽ വർക്ക് കൂടുതലാണ്. പിന്നെ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം വിച്ച് അക്കൗണ്ട് റെപ്രസെൻറ്റ് ടോട്ടൽ ഇൻഡിവിജ്വൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ചോദ്യമാണ്. ഡെപ്റ്റർ അക്കൗണ്ട് ഇൻ ദ സെൽഫ് ബാലൻസിങ് സിസ്റ്റം വിച്ച് ഈസ് റെക്കോർഡ് ഇൻ ദ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഏതാണ് എൻ്റർ ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് വെച്ചാൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ സബ്സിഡിയറി ലെഡ്ജേഴ്സാണ് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ചെയ്യുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ. സെൽഫ് ബാലൻസിങ് ലെഡ്ജർ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എട്ടാമത്തെ ആൻസർ ഇവിടെ സെൽഫ് ബാലൻസിങ് അല്ലാത്തത് പേഴ്സണൽ ലെഡ്ജറാണ്. അപ്പോൾ ഇത്രയുള്ള ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ.